തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലയും ഉണ്ടാക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്പവും കടലയും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായൊരു അപ്പവും കടലയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ അരി, തേങ്ങ, ഉപ്പ്, പഞ്ചസാര, ഇത്ര മാത്രം മതി. നമ്മൾ ഇതിന് 2 ഗ്ലാസ് അരി വെള്ളത്തിലിടുകയാണ് അപ്പത്തിന് വേണ്ടിയിട്ട്. ഇത് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിലിടുകയാണ്. 1/2 ഗ്ലാസ് അരി ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ നനച്ച് വയ്ക്കുകയാണ്. 6-8 മണിക്കൂർ നനച്ച് വയ്ക്കണം. ഈ 1/2 ഗ്ലാസ് അരി നമ്മൾ 3/4 വേവിക്കും അടുപ്പത്ത് വെച്ച്. അത് ഞാൻ കാണിച്ചു തരാം. ചോറരയ്ക്കില്ല, സോഡാപ്പൊടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കില്ല. ഈ അരി വേവിച്ചിട്ട് ആ കഞ്ഞി വെള്ളത്തോടുകൂടി കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി പറയാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ, ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ ഉപ്പ്, 1 പകുതി തേങ്ങ. ഇത് മാത്രം കുതിർന്നതിന് ശേഷം നമ്മൾ അരയ്ക്കും. നമ്മൾ 1/2 ഗ്ലാസ് അരി മാറ്റി വെച്ചത് നമ്മൾ ഈ രീതിയിൽ വേവിച്ചു. ഇതിലെ വെള്ളം അരി അങ്ങനെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക. ഇതിൽ അരിയുടെ വെള്ളം ഇതിൽ തന്നെയുണ്ട്. ഇതും അരിയും തേങ്ങയും ഉപ്പും പഞ്ചസാരയും കൂടി നമ്മൾ അരയ്ക്കും. ചോറ് അരയ്ക്കില്ല, സോഡാപ്പൊടി ചേർക്കില്ല. നമുക്കൊരു അടിപൊളി അപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ 2 കപ്പ് അരി, 1/2 കപ്പ് പകുതി വെന്ത ചോറും, 1 മുറി തേങ്ങയും, 1 സ്പൂൺ പഞ്ചസാരയും, 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് അരച്ച് 8 മണിക്കൂറിന് ശേഷം നമ്മളിത് ഈ രീതിയിലുണ്ട് മാവ്. അരച്ച് വെച്ചിട്ട് 8 മണിക്കൂറായി. ഇപ്പം അപ്പത്തിന് വളരെ നൈസായിട്ട് അരയ്ക്കണം എന്നാണ് പറയണേ. ഞാൻ പക്ഷേ നൈസായിട്ട് അരച്ചിട്ടില്ല. കുറച്ച് തരി പോലെയുണ്ട്. ഇതാണ് മാവ്. അപ്പം നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കാൻ പോവാം. നമുക്ക് അപ്പത്തിനൊരു നല്ല കടലക്കറി ഉണ്ടാക്കാം. ഇതൊരു സ്പെഷ്യൽ കടലക്കറിയാണ്. ഇതിൽ തേങ്ങ നമ്മൾ ചേർക്കണില്ല. ഇത് 1/4 കിലോ കടല 8 മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിലിട്ടു കഴുകി വാരി ക്ലീനാക്കി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ വസ്തു: 1/4 കിലോ കടലയ്ക്ക് 1 സവാള, 1 ടൊമാറ്റോ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 4-5 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം ഇത് ഇടാം. ഇതിപ്പോൾ കാണിക്കാം. ഇപ്പം നമ്മൾ 1 സവാളയും 1 ടൊമാറ്റോ അരിഞ്ഞു വെച്ചു. നമുക്കിനി വഴറ്റിയെടുക്കണം. നമ്മുടെ കുതിർത്തി വെച്ച കടല കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിനാവശ്യമായ വെള്ളം ഒഴിക്കുക. ഇപ്പം നമുക്കത് റെഡിയാക്കാം. വേവിക്കാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് കടല അടുപ്പത്ത് വയ്ക്കാം. കടല വെന്ത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു.
നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. 1-2 സ്പൂൺ മതി. നമ്മൾ പട്ടയും കരയാമ്പും ഇതിലേക്ക് ഇടുകയാണ്. വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിയും പട്ടയും കരയാമ്പും പൊട്ടി റെഡിയായി. നമുക്കിപ്പോൾ ഉള്ളി തക്കാളി അതിലേക്കിടാം. കടലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഈ മസാലയിൽ ഇടുക. ഉള്ളി വേഗം വഴറ്റാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും വഴറ്റി. അത് ഒരുപാട് ഗോൾഡ് കളറാവണ വരെ ഒന്നും വഴറ്റണ്ട. നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മുളക് പൊടി നമുക്ക് ആവശ്യത്തിനിടാം. എരിവിന് കൂടുതലോ കുറവോ അവരവരുടെ ഇഷ്ടത്തിനിടാം. ഇത് ഞാനിപ്പോൾ ഇതിനൊരു 3/4 സ്പൂൺ ഇടണുള്ളൂ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണുണ്ട്. നമ്മൾ വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് വഴറ്റുന്നത്. എണ്ണയില്ല. അല്ലേ, ഇപ്പം നമ്മുടെ മസാല പാകമായി. നമ്മൾ സ്റ്റൗ ഓഫാക്കുകയാണ്. നമ്മുടെ കടല 3-4 വിസിലായി. നമ്മൾ ഓഫാക്കുകയാണ്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. കടല വെന്തു. നമ്മൾ ഇതിൽ നിന്നൊരു 4 സ്പൂൺ കടല എടുക്കുകയാണ്. ഇത്ര മാത്രം. 4 സ്പൂൺ ആയില്ല, കുറച്ചും കൂടി എടുക്കാം. നമ്മൾ വഴറ്റിയ മസാല അരയ്ക്കുക കേട്ടോ. നമ്മൾ മസാല കടലയിലേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മൾ എടുത്തു വെച്ച 4 സ്പൂൺ കടലയ്ക്കയും കൂടി നമ്മളിതിലേക്ക് അരച്ച് ചേർക്കും. നമ്മൾ അരച്ച കടല ഇതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പം നമ്മുടെ കടലയിൽ അരപ്പെല്ലാം ചേർത്ത് ഇനി നമുക്കിത് 10 മിനിറ്റ് തിളപ്പിക്കണം. നമുക്ക് കടലയ്ക്കേക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം. നമ്മൾ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, കനം കുറച്ച്. അത് ഇതിലേക്കിടാം.
അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പില. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറിയ ഗോൾഡ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങാം. ഞാൻ ഓഫാക്കിട്ടോ. അപ്പോൾ കടലക്കറി റെഡിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളി സ്പെഷ്യൽ കടലക്കറി റെഡിയായി. നിങ്ങൾക്ക് ഇത്രയും വെള്ളം വേണ്ടെങ്കിൽ തിളപ്പിച്ച് വറ്റിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അപ്പത്തിന് കറിക്ക് വെള്ളം വേണം, അത് കാരണം വറ്റിക്കണില്ല. വാങ്ങണേ. സ്റ്റൗ ഓഫാക്കി ഇത് ഇരുന്ന് വറ്റും. ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്, കുറച്ചും കൂടി ഇരുന്ന് വറ്റും. അപ്പം നമ്മുടെ തേങ്ങ ചേർക്കാത്ത സ്പെഷ്യൽ കടലക്കറി റെഡിയായി. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ ചട്ടി അടപ്പത്ത് വെച്ചു. നമ്മുടെ അപ്പം റെഡിയാവും. ഇനി നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.